يا مكة ما أطيبك بشجون همس الهادي. എത്ര മനോഹരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഹുസ്നുൻ ബൈന ഹുസ്നൈനി, രണ്ട് കൊമ്പുകൾക്കിടയിൽ ഒരു കൊമ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പോലെ മൂന്ന് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ സെന്ററിൽ ഒരു ചില്ല വന്നു കഴിഞ്ഞാൽ എടുത്ത് കാണിക്കുന്നത് പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് UAE വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇൽ ഹബീബ് സീസൺ 2-ന്റെ 17ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. إن شاء الله 17ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാർ സൗറിൽ നിന്ന് പുറപ്പെട്ടു, മദീനയിൽ എത്തിയിട്ടുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആ ഒരു വഴിയിലുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. സുറാഖത്ത് ഇബ്നു മാലിക് പിന്തുടർന്നതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാല് നൽകിയതും മറ്റുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവർ വഴിയിൽ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിൽ വെച്ച് ഖുദൈദ് എന്നൊരു ഗ്രാമത്തിലെത്തിയപ്പോൾ, അത് ഇന്നും മദീനയിലെ റോട്ടിലൊക്കെ ഖുദൈദ് എന്നുള്ള ഗ്രാമത്തിലേക്ക് ഡൈവേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന്, അഥവാ ഈ പ്രദേശങ്ങളൊക്കെ ഇന്നും അവിടെ ഉണ്ട്. മാത്രമല്ല, ഈ അടുത്ത് ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു. ഒരു അറേബ്യൻ സൗദി അഡ്വഞ്ചർ, ഒരു പിന്നെ സാഹസിക യാത്രക്കാരന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ അതേ വഴിയിലൂടെ തന്നെ ഇത്രയും ദിവസം എടുത്തിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാൽനടയായിട്ട് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഈ ഒരു ചരിത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, നടന്ന് ഇത്രയും ദൂരം അവർ സഞ്ചരിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. അത് ഈ അടുത്തൊരു ന്യൂസിൽ വായിച്ച് ഞാൻ ഓർക്കാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഖുദൈദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഉമ്മു മഅബദ്, അബു മഅബദ് എന്നിവരുടെ ടെൻറ്റിലെത്തി. അത് ഈ മരുഭൂമിയിലെ ഒരു പിന്നെ ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു ഉമ്മു മഅബദ്. അവരുടെ പേര് ആത്തിക എന്നാണ്. അവര് വലിയ ധർമ്മിഷ്ഠയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഏതായാലും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആമിർ ഇബ്നു ഫുഹൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഇവരൊക്കെ ആ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുക. സഹായം ചെയ്തതിനു ശേഷം അവർ പിന്മാറിയിട്ടില്ല. ആമിർ ഇബ്നു ഫുഹൈറ ഒന്നും പിന്മാറിയിട്ടില്ല, കൂടെ ഉണ്ട്. ഇവര് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരോട് ചോദിച്ചു എന്തെങ്കിലും കുടിക്കാനോ ഭക്ഷിക്കാൻ, കാരണം ഇവരുടെ അടുത്തുള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുടിക്കാനോ ഭക്ഷിക്കാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ വല്ലാത്ത ക്ഷാമത്തിൻ്റെ കാര്യമായിട്ട് അവരുടെ പക്കൽ ഭക്ഷിക്കാനോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ലല്ലോ, തരാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ടെൻറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു ആടിനെ കണ്ടു. അപ്പോൾ ഈ ആടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആട് പിന്നെ ക്ഷീണിതയാണ്, കറവൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റുള്ള അവിടെ വേറെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. മറ്റുള്ള ആടുകളൊക്കെ പിന്നെ മേയാൻ പോയ സന്ദർഭത്തിൽ ഇത് കൂടെ പോവാതിരുന്നതാണ്. ഇതിനങ്ങനെ കറവയൊന്നുമില്ലാതെ ക്ഷീണിച്ചിട്ടാണ് കൂടെ പോകാനൊന്നും പറ്റിയ ഒരു അത്രയും തീരെ താക്കത്തില്ലാത്ത, കഴിവില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലുള്ള ആടാന്ന് പറഞ്ഞു. അന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ ഞാൻ അതിന്ന് കറന്ന് കുറച്ച് പാലെടുക്കണം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അത്ഭുതത്തോട് പറഞ്ഞു, താങ്കൾക്ക് സാധിക്കുമല്ലോ അതെടുക്കാം, പക്ഷെ അതിലില്ലല്ലോ, പാലില്ല, അതുകൊണ്ടാണ് പറയുന്നത് താങ്കൾക്ക് വേണമെങ്കിൽ കറന്നെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലി കറക്കാൻ ആരംഭിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാല് ചുരത്തി അവിടെയുള്ള എല്ലാവർക്കും, കൂടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും കുടിക്കാനും ഒക്കെ ആ പാല് തികഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരൊക്കെ അവിടെ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള പാല് പിന്നെ ക്ഷീണമൊക്കെ മാറിയപ്പോൾ അവിടെ നിന്ന് യാത്രയായി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഉമ്മു മഅബദിൻ്റെ ഭർത്താവായിട്ടുള്ള
അബൂ മഅബദ് വരുന്നത്. അബൂ മഅബദ് വരുന്ന സന്ദർഭത്തിൽ ഈ ഒരു പാത്രത്തിൽ പാല് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ ഒരു പാല്? കാരണം അത് കിട്ടാൻ യാതൊരു ഒരു സ്കോപ്പും ഇല്ല, സാഹചര്യമില്ല. കാരണം ഹലൂബ് പിന്നെ കറക്കുന്ന കറവള്ള ആടുകളോ ഒന്നും അവിടെ ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു പാല് കിട്ടിയെന്ന് അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അന്ന് പറഞ്ഞ് പിന്നെ ഒരു റജുൽ മുബാറക്കായിട്ടുള്ള ഒരു വ്യക്തി ഇതിലെ യാത്രയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉമ്മു മഅബദ് അബൂ മഅബദിന് വിവരിച്ചു കൊടുത്തപ്പോൾ എങ്ങനെ കുറെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഉമ്മു മഅബദിനോട് അബൂ മഅബദ് പറയുന്നുണ്ട്, സിഫി ഹിലിയ ഉമ്മ മഅബദ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മു മഅബദ് അബൂ മഅബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷണം എത്രത്തോളം ഭയങ്കര സൗന്ദര്യാത്മകമായിട്ടാണ് വിശദീകരിച്ച് കൊടുക്കുന്നത്. നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു സാധാരണ സ്ത്രീ മാത്രമാണ് ഉമ്മു മഅബദ്. ആ ഉമ്മു മഅബദ് എത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ആ ഒരു ഫസീഹുൽ ലിസാനി വിവരിച്ചു കൊടുക്കാനുള്ള അവരുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റി നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഒരു വിശേഷണം അതിമനോഹരമായിട്ടുള്ളൊരു വിശേഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹദീത്ത് പിന്നെ വിശദീകരിച്ച് തന്നെ പറയാമെന്ന് കാര്യമായിട്ട് വരുന്നുണ്ട്. അത് വിശേഷം നമുക്ക് ഓരോന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിശേഷങ്ങളാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് വളരെ രസകരമായിരിക്കും. അവര് പറഞ്ഞു തുടങ്ങുകയാണ്, റജുലുൻ ലാഹിറുൽ വലാഅത്തി, നല്ല ശരീരകാന്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. അബുലജുൽ വജ്ഹി, പിന്നെ പറയുന്ന സമയത്ത് ഈ സുധാന്റെ നിറത്തെ കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് ഈ ശരിക്കും ഒരു നല്ല വെളുപ്പ് എന്നല്ല, ഒരു ചുവപ്പ് കലർന്നിട്ടുള്ള ഒരു വെളുപ്പ്, ഒരു റോസാപ്പൂവിന്റെ ആ ഒരു ശരീരകാന്തി ആ ഒരു രീതിയിലായിരുന്നു കാണാൻ കഴിയും. അബുലജുൽ വജ്ഹി, പ്രസന്നമായ മുഖമായിരുന്നു പ്രവാചകരുടേത്. ഹസനുൽ ഖൽഖി, കുറ്റമറ്റ ആകാര സൗഷ്ഠവമായിരുന്നു അത് പ്രവാചകരുടെ ഒരു സവിശേഷതയായിരുന്നു. ഈ പ്രസന്നം എന്ന് പറയുമ്പോഴേ റസൂലുള്ളാഹിനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ആരും അങ്ങനെ വല്ലാതെ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖത്തിന്റെ ഉടമയായിരുന്നു റസൂൽ. അതുപോലെ തന്നെ റസൂൽ ദേഷ്യപ്പെട്ടിട്ടും സന്തോഷം ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരുപാട് ചിരിച്ചിട്ട് പല്ലുകൾ മുഴുവനും കാണുന്ന സാഹചര്യവും വളരെ കുറവായിരുന്നു. ലം തുഇബുഹു സുജ്ലത്തുൻ, ശരീര സൗന്ദര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കുടവയറ് നബി സല്ലല്ലാഹു, അതൊരു ഐബാണല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലായിരുന്നു. വലം തുസ്രിബിഹി സാലത്തുൻ, മറ്റുള്ളവരെ കണ്ടാൽ അരോചകമുണ്ടാക്കുന്ന തരത്തിലൊരു ചെറിയ തല, ഒരു ചെറിയ ഒട്ടിയിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. വസീമുൻ ഖസീമുൻ, സുന്ദരനും സുമുഖനുമായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീ ഐനൈഹി ദാജുൻ, കറുകറുത്ത കാണാൻ നല്ല അഴകുള്ള കൃഷ്ണമണിയായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. വഫി അഷ്ഫാരിഹി വതഫുൻ, നീണ്ടു വളഞ്ഞ പീലികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ വഫി സൗതിഹി സഹലുൻ, നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായിരുന്നു. വഫി ഉനുഖിഹി സതഉൻ, നീണ്ടതും അതുപോലെ തന്നെ തിളക്കമുള്ളതുമായ ഒരു പിരടിയായിരുന്നു. അഥവാ ഒരു തലയെടുപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ. ഇടയിൽ നിന്നാല്, ആളുടെ കൂട്ടത്തിൽ നിന്നാൽ സ്വഹാബികള് പലപ്പോഴും ഹദീസുകൾ കാണാൻ കഴിയും. റസൂലുള്ളാഹി ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാല് അത് ഏറ്റവും തലയെടുപ്പുള്ള ഒരാളായിട്ട് റസൂലുള്ളാഹി തോന്നി. ഇതൊക്കെയെന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വളരെ ഷോർട്ട് ടൈമില് കണ്ടിട്ട് ഉമ്മു മഅബദ് വിശദീകരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്? ഒരൊറ്റ നോട്ടത്തിലാണ് ഇത്രയും മനോഹരമായിട്ട് റസൂലുള്ളാഹി വിശേഷിപ്പിക്കും. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഇതൊക്കെ വളരെ പ്രകടമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ആകർഷണം തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫി ലിഹ്യതിഹി കഥാബത്തുൻ, തിങ്ങിയ താടിയായിരുന്നു പ്രവാചകരുടേത്. അസജ്ജു അക്രനു, പ്രവാചകരുടെ പുരികങ്ങൾ വില്ലുപോലെ വളഞ്ഞതായിരുന്നു. നീണ്ടു വളഞ്ഞ് നല്ല രസകരമായിട്ടുള്ള പുരികമായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ സമത ഫഅലൈഹിൽ വഖാർ, നിശബ്ദതയിൽ പോലും പ്രവാചകർ ഒരു ഗാംഭീര്യം, ഒരു ഗൗരവം പ്രവാചകരിൽ ഉണ്ടായിരുന്നു. വ ഇൻ തകല്ലമ സമ വഅലാഹുൽ ബഹാ,
തലയെടുപ്പോടെ ഗൗരവത്തോടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് മുഴുവനും. അജ്മലുന്നാസി വ അബ്ഹാഹു മിൻ ബഈദിൻ വ അഹ്ലാഹു വ അഹ്സനുഹു മിൻ ഖരീബിൻ. ദൂരെ നിന്നായാലും അടുത്തു നിന്നായാലും വളരെ സുന്ദരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണപ്പെട്ടിരുന്നു. ഹുൽവുൽ മന്തിഖി, കേട്ടിരിക്കാൻ നല്ല കൊതിയൂറുന്ന മധുരതരമായി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്ലുൻ ലാ നസ്റുൻ വലാ ഹദറുൻ, മിതഭാഷിയായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നില്ല പ്രവാചകർ. കഅന്ന മന്തിഖഹു ഖറസാത്തുൻ നുളിംന യതഹദ്ദർന, ഒരു മാലയിൽ നിന്ന് മുത്തുമണികൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് പോലെയായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം. സ്പഷ്ടവും അതുപോലെ മധുരതരവുമായിരുന്നു. റബഅത്തുൻ ലാ തൈഅസു മിൻ തൂലിൻ വലാ തഖ്തഹിമുഹു ഐനുൻ മിൻ ഖസ്റിൻ, കൂടുതലും കുറവുമില്ലാത്ത ഒരു വടിവൊത്ത ആകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഗുസ്നുൻ ബൈന ഗുസ്നൈനി, എത്ര മനോഹരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഗുസ്നുൻ ബൈന ഗുസ്നൈനി ഫഹുവ അൻളറു സലാസതി മൻളറൻ വഅഹ്സനുഹും ഖദ്റ. മൂന്നാൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കാണിച്ചിരുന്നു. രണ്ട് കൊമ്പുകൾക്കിടയിൽ ഒരു കൊമ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പോലെ മൂന്നാൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ ഒരു സെന്ററിൽ ഒരു ചില്ല വന്നു കഴിഞ്ഞാൽ എടുത്തു കാണിക്കുന്നത് പോലെ എടുത്തു കാണിച്ചിരുന്ന പ്രവാചകരെ. അതുപോലെ തന്നെ ലഹു റുഫഖാഉ യഹഫൂന ബിഹി, ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തത സഹചാരികളുണ്ട്. ഇൻ ഖാല അൻസതൂലി ഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും മൊഴിയുകയാണെങ്കിൽ അത് കേൾക്കാനായി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. എന്തെങ്കിലും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. വ ഇൻ അമറ തബാദറു ഇല അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ അത് ശിരസാ വഹിക്കാനായി അവര് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. മഹ്ഫൂദുൻ മജ്ഷൂദുൻ, അവർ സ്വമേധയാ തന്നെ, ആരും അവരെ നിർബന്ധിക്കേണ്ടതില്ല, സ്വമേധയാ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ലാ ആബിസുൻ വലാ മുഫ്നിദുൻ, ആരെയും മടുപ്പിക്കാത്ത സുസ്മേരവദനായിരുന്നു. രംഗങ്ങളൊക്കെ വളരെ വിരളമായിരുന്നു. അത് അള്ളാന്റെ കാര്യത്തിൽ ഒക്കെ മാത്രം ഉള്ള ചില സംഭവങ്ങൾ മാത്രം, അല്ലാത്ത സന്ദർഭങ്ങളൊക്കെ എല്ലാവർക്കും ആകർഷണീയത തോന്നുന്ന സുസ്മേരവദനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തിയിരുന്നത്. ഇത്രയുമാണ് ആ ഒരു ഉമ്മു മഅബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറയുന്നുണ്ട്, ഇത് നല്ല ഖുറൈശികൾ പറഞ്ഞു നടക്കുന്ന, അഥവാ ഖുറൈശികൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറയുന്നതൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്. ഖുറൈശികൾ പറഞ്ഞു നടക്കുന്ന ആ മനുഷ്യൻ തന്നെയായിരിക്കും, എനിക്കും അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടാമായിരുന്നു എന്ന് അബൂ മഅബദ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു അനുഭവം ആ ഒരു ഹിജ്റയുടെ വഴിയിൽ ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഹിജ്റയുടെ വഴികളിൽ നമ്മൾ കേട്ട് പരിചയമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിന്റെ ഓരോ ഏടുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അല്ലാഹു അതൊക്കെ മനസ്സിലാക്കാനും ഈ ഒരു വലിയ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നടത്തിയ ഈ വലിയ ഒരു സാഹസികമായിട്ടുള്ള അല്ലെങ്കിൽ വല്ലാത്ത ഒരു യാത്ര, ഈ ഒരു ഹിജ്റയുടെ യാത്ര, അതിൻ്റെ ഓരോ വിശേഷങ്ങളും നമുക്ക് ഹൃദയത്തിൽ മനസ്സിലാക്കി ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ അറിയുമ്പോൾ ഹബീബിനോടുള്ള വല്ലാത്ത പ്രണയവും സ്നേഹവും ഇഷ്കും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരേണ്ടതുണ്ട്. ഈ ഒരു സമയം, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ എന്നുള്ള ഈ മാസം, ഹബീബിനെ പഠിക്കുവാനും കൂടുതൽ അടുക്കുവാനും ഒക്കെ നമുക്ക് വലിയ ഒരു വാതായനം തുറക്കപ്പെടുന്ന മാസമായി മാറേണ്ടതുണ്ട്. വിശേഷണങ്ങളൊക്കെ ആ ഒരു സ്ത്രീ, ഗ്രാമീണ സ്ത്രീ പറഞ്ഞ ഈ വിശേഷണങ്ങൾ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. വിശേഷിപ്പിച്ചാലും വർണ്ണിച്ചാലും ഒന്നും കഴിയാത്ത അത്ര മനോഹരമായ വ്യക്തിത്വത്തിന്റെ, വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ കൂടെ നമുക്ക് നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നൽകട്ടെ. അതിനുള്ള വലിയൊരു വഴിയായി, വലിയൊരു മാർഗമായി ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ നമുക്ക് വഴി തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
صعب أن تهجر ما سكنا